ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ വെച്ചിട്ടൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിമ്പിൾ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ പകുതിയാണ്, വലിയ പൈനാപ്പിളൊന്നും അല്ല. അപ്പോൾ ആ ഒരു അളവിൽ കണക്ക് കൂട്ടിയിട്ടുള്ള അളവുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലെ കറുത്ത ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പൈനാപ്പിളിന് ഒരുപാട് വേവ് വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഒരു ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അത് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. 2 ചെറിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളകിന് പകരം കാന്താരി മുളകായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കിതൊന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കണം. പൈനാപ്പിളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച തേങ്ങ, അത് ഒരുപാട് വെള്ളം ഇട്ടിട്ട് അരച്ചിട്ടില്ല, നല്ല കട്ടിയിൽ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്, ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിലെ വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. കൂടുതലും കുറവൊക്കെ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. പൈനാപ്പിളും തേങ്ങയുടെ അരപ്പും നന്നായിട്ട് ഒന്ന് ചൂടായി വന്നതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് ഞാൻ വെള്ളവും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണിത്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് തിളയ്ക്കാനൊന്നും അനുവദിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. നമ്മൾ കടുക് താളിച്ചും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് കട്ടി കൂട്ടിയിട്ട് നമുക്ക് തൊട്ടുകറിയായിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല കട്ടിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കുന്നതിൽ നമ്മൾ തൈരും കൂടി ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ, വെള്ളത്തിന് പകരം തൈര് ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കട്ടിയുള്ള രീതിയിലായിരിക്കും നമുക്ക് ഈ കറി ഉണ്ടാവുക. ഞാനിത് ഒഴിച്ചുകറി പോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും സിമ്പിൾ കറികളിൽ ഒരു കറിയാണ് ഞാനിന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.